ഹായ്, വെൽക്കം ടു ഇറ്റ്സ് മീ ജാനകി. ഇന്ന് ഞാൻ മോണ്ടിസറി സബ്ജക്ട്സുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ട്രഡീഷണൽ സ്കൂൾസ് പോലെയല്ല, ഇതിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് അല്ല. ഇവിടെ പഠിപ്പ് എന്നത് എക്സ്പീരിയൻസ് ആണ്. ചൈൽഡ് സ്പീഡ്, ഇൻട്രസ്റ്റ്, ക്യൂരിയോസിറ്റി എല്ലാം ഫോളോ ചെയ്ത് സബ്ജക്ട്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മോണ്ടിസറി. അപ്പോൾ മോണ്ടിസറിയിലെ സബ്ജക്ട്സുകളെ കുറിച്ച് നോക്കിയാലോ. ഒന്നാമത്തേതാണ് പ്രാക്ടിക്കൽ ലൈഫ്. ഈ സബ്ജക്റ്റ് കുട്ടികളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പഠിക്കുന്നതാണ്. ബട്ടണിങ്, കട്ടിങ്, ക്ലീനിങ്, ഹെൽപ്പിംഗ്, ചെറിയ ആക്ടിവിറ്റീസ് ആയിരിക്കും ഇതൊക്കെ, പക്ഷേ എഫക്റ്റ് വലിയതായിരിക്കും. രണ്ടാമത്തെ സെൻസോറിയൽ. സെൻസസ് ഡെവലപ്പ് ചെയ്യുന്ന സബ്ജക്റ്റാണ്. ടച്ച്, സ്മെൽ, സൗണ്ട്, സൈറ്റ് എല്ലാ സെൻസും സ്ട്രെങ്തേൺ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഇതിൽ. മൂന്നാമത്തെ ലാംഗ്വേജ്. റീഡിംഗ് പ്ലസ് റൈറ്റിംഗ്. മോണ്ടിസറി ലാംഗ്വേജ് ഫണ്ണായിട്ടാണ് ചെയ്യുക. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ടച്ച് ചെയ്ത് ലേൺ ചെയ്യുന്നു. മൂവബിൾ ആൽഫബറ്റ് യൂസ് ചെയ്ത് വേർഡ്സ് ഫോം ചെയ്യുന്നു. നാലാമത്തേതാണ് മാത്തമാറ്റിക്സ്. ഹാൻഡ്സ് ഓൺ മാത്ത്. ഇതിൽ മാത്ത് സബ്ജക്ട്സ് പേടിയില്ലാത്തതാണ്. ബീറ്റ്സ്, നമ്പേഴ്സ്, റോഡ്സ് ഇതൊക്കെ കുട്ടികൾ കണ്ടും തൊട്ടും മനസ്സിലാക്കുന്നു, വിഷ്വലി ലേൺ ചെയ്യുന്നു. അഞ്ചാമത്തേതാണ് കൾച്ചറൽ സ്റ്റഡീസ്, വേൾഡ് നോളേജ്. ജിയോഗ്രാഫി, സയൻസ്, ഹിസ്റ്ററി, നേച്ചർ എല്ലാം കുട്ടികൾ വളരെ ഫ്രണ്ട്ലി ആയി കാണുകയും പഠിക്കുകയും ചെയ്യുന്നു. മാപ്സ്, പ്ലാനറ്റ്, മോഡൽസ്, എനിമൽ കുട്ടികളെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നു. ആറാമത്തേതാണ് ക്രിയേറ്റീവ് ആർട്സ്. കുട്ടികൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ഫ്രീഡം ആയിട്ടുള്ള സബ്ജക്റ്റാണിത്. പെയിൻറ്റിങ്, ക്രാഫ്റ്റ്, മ്യൂസിക്, ഡാൻസ്, ക്രിയേറ്റിവിറ്റി എല്ലാം ബൂസ്റ്റ് ചെയ്യപ്പെടും. മോണ്ടിസറി സബ്ജക്ട്സ് ടെക്സ്റ്റ് ബുക്ക് അല്ല, ലൈഫിൽ പഠിക്കാനുള്ള റിയൽ സബ്ജക്ട്സ് ആണ്. കിഡ്സ് ബിക്കെയിം കാം, കോൺഫിഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, സ്ട്രെസ് ഇല്ലാതെയുള്ള ലേണിംഗ് ജേർണി.